വണ്ടി നന്നാക്കി കഴിഞ്ഞിട്ട് ഹരീഷ് വല്യച്ഛനോട് പറയും, അതെ ഒന്ന് വന്നേ. വല്യച്ഛൻ പറയും, ഞാനങ്ങ് വരില്ല. ഹരീഷ് ചോദിക്കും, എല്ലാവരുടെ മുന്നിൽ വെച്ച് നാറണോ അതോ ഒറ്റയ്ക്ക് നാറണോ? എന്തായാലും താൻ നാറും, എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. വല്യച്ഛൻ പറയും, ഞാൻ വരാം. ഹരീഷ് പറയും, ആ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാലോ. കല്യാണത്തലേന്ന് സുനന്ദ വീട്ടിലേക്ക് വന്നതാ, നിങ്ങളിപ്പോൾ ആലോചിച്ച ഗൾഫുകാരനെ വേണ്ടെന്ന് വെച്ചിട്ട്. ഞങ്ങൾക്ക് വേണമെങ്കിലേ ആ കല്യാണം അവിടെ വെച്ച് നടത്തായിരുന്നു. ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ ഓർക്കണം, ഇല്ലെങ്കിലേ നാട്ടുകാരുടെ മുന്നിൽ നാറും. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയണോ ഇതൊക്കെ? എടോ കിളവാ, വല്യച്ഛനാണെന്നൊക്കെ സുഭാഷ് ചേട്ടനുണ്ടാവും, എനിക്കതില്ല. വെറുതെ കൈക്ക് പണിയുണ്ടാക്കരുത്. നിങ്ങളെ വിളിച്ച് ഈ കാര്യമൊക്കെ സ്വകാര്യത്തിൽ പറഞ്ഞ് എൻ്റെ മാന്യത. അതും പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോവും. ചായക്കടക്കാരൻ ചോദിക്കും, എന്താ അവിടെ ഒരു സ്വകാര്യം? വല്യച്ഛൻ പറയേ, ഒന്നുമില്ല. നിധിക്ക് ഒരു കമ്പനിയിൽ നിന്ന് കോള് വരികയാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നില്ലേ, അതിൻ്റെ സെക്കൻഡ് റൗണ്ട് നാളെയാണ്. അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറയും. ഹരീഷും സുധീഷും കൂടെ കാറിലെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധി പറയും, സുഭാഷ് ചേട്ടൻ നല്ല വിഷമത്തിലാണ്, പക്ഷേ അതിലും ചെറിയൊരു സന്തോഷം എനിക്കുണ്ട്. നിധി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറ്. ഹരീഷ് നോക്കുമ്പോൾ സുധി പറയും, സുഭാഷ് ചേട്ടൻ്റെ വിഷമത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട്. നിധി വിളിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സന്തോഷമുണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഹരീഷ് പറയും, സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട്. സുധി പറയും, ഇതിനെക്കുറിച്ചൊന്നും വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ട. ഹരീഷ് പറയും, എന്തൊരു സ്മെല്ലെന്ന് പറഞ്ഞിട്ട് പിറകിലോട്ട് നോക്കുമ്പോൾ നിറയെ ഫുഡ് കാണും. ഹരീഷ് ചോദിക്കും, ഇതൊക്കെ ആര് വാങ്ങിച്ചതാ? സുധി പറയും, ഞാൻ വാങ്ങിച്ചതാ. വിഷമിച്ചിരിക്കുമ്പോൾ നല്ല ഫുഡ് കഴിച്ചാൽ അത്ര ആശ്വാസമാണ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, റൊമാലി റൊട്ടി ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ട്. ഹരീഷ് ചോദിക്കും, സുധീഷ് ചേട്ടൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിക്കേ? ഒരത്ഭുതം തന്നെ. അല്ലടാ, പിന്നെ എനിക്ക് വെറുതെ കിട്ടുമോ? അല്ല, കുടുംബത്തിന് വേണ്ടി കാശ് ചിലവാക്കുന്ന ആളൊന്നുമല്ലല്ലോ സുധീഷ് ചേട്ടൻ. നിങ്ങളൊക്കെ കൂടി എന്നെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചതല്ലേ? നീയാണല്ലോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹരീഷ് പറയും, എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷ് ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. സുധി പറയും, ഞാനും ചെയ്യാറുണ്ട്. ഹരീഷ് പറയും, എന്ത്? ഒരു മുട്ടുസൂചി പോലും വാങ്ങാറില്ല. കാശ് ചിലവാകുന്ന സന്ദർഭം വന്നാൽ നൈസായിട്ട് മുങ്ങും. അവർ തമ്മിൽ കാറിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയാണ്. നികേഷ് സുഭാഷിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സുഭാഷ് പറയും, മതിയടാ, ഞാൻ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. നികേഷ് പറയും, കുറച്ച് നേരം കൂടെ സുഭാഷ് ചേട്ടാ. അപ്പോഴേക്കും സുധിയും ഹരീഷും കൂടെ വീട്ടിലേക്ക് വരികയാണ്. കയ്യിലെ കാറ് കാണുമ്പോൾ സുഭാഷ് ചോദിക്കും, ഇതൊക്കെ എന്താടാ? സുധി പറയും, ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ്. എന്തിനാടാ ഇങ്ങനെ കാശ് ചിലവാക്കുന്നത്? അപ്പോഴേക്കും സുധിയെ കളിയാക്കിയുള്ള കമൻറ്റൊക്കെ വരും. കഴിക്കാമെന്ന് പറയുമ്പോൾ നിധി പറയും, ആദ്യം പോയിട്ട് കൈ കഴുകുക. അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. സുഭാഷിനാണെങ്കിൽ കഴിക്കാനൊന്നും തോന്നുന്നില്ല. ആ സമയത്ത് വീട്ടിലേക്ക് അച്ഛൻ വരും. അച്ഛൻ പറയും, എനിക്കുള്ള ഭക്ഷണം ഇങ്ങ് തന്നേക്ക്. നിധി ഒരു ബിരിയാണി എടുത്ത് അച്ഛന് കൊടുക്കും. സുഭാഷിൻ്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് സുധി നികേഷിനോടൊരു സ്വകാര്യം പറയും. നികേഷ് പറയും, ഓക്കേ എന്ന് പറയും. ആ സമയത്ത് ലൈറ്റൊക്കെ ഓഫാക്കും. പിന്നെ സുധീഷും ഹരീഷും നികേഷും കൂടെ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് സുഭാഷ് ഇങ്ങനെ ചിരിക്കും. നിധി അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൈയടിച്ചു കൊടുക്കും. ഇത് കേട്ട് അച്ഛൻ ചോദിക്കും, ഇതേ വിടുന്ന പാട്ട്? അതും പറഞ്ഞ് അച്ഛനകത്ത് പോകുമ്പോൾ ഇവർ ഡാൻസ് കളിക്കുന്ന കാണുന്നത്. അച്ഛൻ പറയും, നിർത്തടാ കോപ്രായം, ഈ പാട്ടൊക്കെ ഇട വെക്കുന്നത്, ഒരു ട്രെൻഡി പാട്ട് വെക്ക്. വേറെ പാട്ട് വെച്ചിട്ട് അച്ഛൻ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരോടും കൂടെ കൂടാനും പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. രാവിലെ തന്നെ സുധി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുകയാണ്. ഇത് കണ്ടിട്ട് ഹരീഷ് ചോദിക്കും, ഇതെന്താ രാവിലെ തന്നെ ഒരു ഒരുക്കം? സുധി പറയും, ഇന്നല്ലേ നിധിയുടെ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ, അതിന് താനെന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നത്? ഇൻ്റർവ്യൂ ഇടത്തിക്കല്ലേ, ഒന്ന് മാറിക്കേ, ഞാനൊന്ന് മുടി ചെയ്യട്ടെ. സുധിയാണെങ്കിൽ മാറിക്കൊടുക്കുന്നൊന്നുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്ക് വിടുകയാണ്. സുഭാഷ് പറയും, ഒന്ന് നിർത്തടാ, ഒരു കണ്ണാടി കൂടി വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുധീഷേ മതിയടാ. സുധി അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് മൊബൈൽ നോക്കി മുടി ചെയ്യുകയാണ്. സുഭാഷ് ചോദിക്കും, ഇന്ന് നിധിക്ക് ഇൻ്റർവ്യൂ ഇല്ലേ, അതിന് പോകാനായിട്ടില്ലേ? സുധി പറയും, അതിന് നിധി ഇങ്ങോട്ട് വരണ്ടേ. സുഭാഷ് നിധിയെ വിളിക്കുമ്പോൾ നിധി പുറത്തോട്ട് വരും. സാരി എടുത്ത് വരുന്നത് കാണുമ്പോൾ നികേഷ് പറയും, എടുത്തി സാരി എടുത്തിട്ട് നന്നായിട്ടുണ്ട്. സുധീഷ് നിധിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹരീഷ് ചോദിക്കും, എന്താ ഇങ്ങനെ പന്ത കണ്ട പെരിച്ചായി പോലെ നോക്കി നിൽക്കുന്നത്? സുധി പറയും, നിധിയെ സാരി എടുത്ത് കാണുന്നത് ഇത് മൂന്നാമത്തെ തവണയാണ്, എന്തൊരു ഭംഗിയാ. ഹരീഷ് പറയും, ഞാനിതിനൊക്കെ ആന്ന് മൂളേണ്ടി വരും അല്ലേ? സുഭാഷ് നിധിക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്ത് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയും, ഇത് കഴിച്ചിട്ട് പോയാൽ മതി. നിധി ആദ്യം വേണ്ടാന്ന് പറയെങ്കിലും സുഭാഷ് വീട്ടില്ല. സുധി ദൂരെ നിന്ന് ഇതൊക്കെ ഫോണിൽ വീഡിയോ എടുക്കുകയാണ്. സുധി ആ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സുഭാഷ് അടുത്ത് വന്ന് മുട്ടിയിരിക്കും, ഡാ നീ ഇത് എന്ത് കണ്ടുകൊണ്ടിരിക്കുക, അവളെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകണ്ടേ? സുധി പറയും, ഞാൻ റെഡി. നിധി അവിടെ പ്രാർത്ഥിക്കുമ്പോൾ സുധി പിറകു വന്നിട്ട് പ്രാർത്ഥിക്കും, ഈശ്വര ഭഗവാനെ നിധിക്ക് ജോലി കിട്ടണേ. നിധി ഇങ്ങനെ ജസ്റ്റ് പിറകോട്ട് നോക്കും.